ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും ഫിറ്റ്മിക്സ് ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയൊക്കെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന ആ ഒരു മാതൃക നമുക്കൊന്ന് നോക്കാം. ആദ്യം ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് ഡു. അപ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ടീച്ചർ പറയുന്നത് ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ, താഴെയുള്ള പിക്ചർ നോക്കൂ. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഡു വാട്ട് ദ ടീച്ചർ സേസ്. അപ്പം ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നതിന് ശേഷം ടീച്ചർ പറയും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് ശേഷമാണ് വർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ആക്ടിവിറ്റി 2 റീഡ് ആൻഡ് മാർക്ക്. വായിച്ചിട്ട് എന്താ ചെയ്യുക? ടിക്ക് ഇട്ട് കൊടുക്കാനാണ്. റീഡ് ദ സെൻറ്റൻസസ് ആൻഡ് ഗിവ് എ ടിക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് പിക്ചർ. താഴെയുള്ള സെൻറ്റൻസ് വായിച്ചിട്ട് ഈ ഒരു പിക്ചറിൽ ഏതാണോ കറക്റ്റായിട്ട് വരുന്നത് അതിന് ടിക്ക് ചെയ്ത് കൊടുക്കാനാണ്. എന്താണ് സെൻറ്റൻസ്? ദ ബസ് ഈസ് ഓൺ ദ റോഡ്. ബസ് റോഡിന്മേലാണ് അല്ലേ? ഈ ഒരു പിക്ചർ നോക്കൂ. ഏതിലാണ് ബസ് റോഡിന്മേൽ നിൽക്കുന്നത്? ഫസ്റ്റ് പിക്ചറിലെ റോഡിലാണോ? അല്ല മക്കളെ. സെക്കൻഡ് പിക്ചറിലോ? റോഡിലാണല്ലേ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സെക്കൻഡ് പിക്ചറിൻ്റെ മുകളിലുള്ള ബോക്സ് കണ്ടോ? അതിൽ എന്താണ്? ടിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു പിക്ചറിൽ കറക്റ്റായിട്ടാണ് റോഡിലാണ് ബസ് നിൽക്കുന്നത്. സെക്കൻഡ് പിക്ചറിൽ ബസ് റോഡിലല്ല നിൽക്കുന്നത്. അപ്പോൾ റൈറ്റ് പിക്ചറിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നോക്കൂ. പാരറ്റിൻ്റെ ചിത്രം തന്നിട്ടുണ്ടല്ലേ. എന്നിട്ടോ പോളി ഹാസ് 3 eggs. എന്താ കൊടുത്തിട്ടുള്ളത്? 2 ഫോം പിക്ചർ തന്നിട്ടുണ്ട്. രണ്ടിലും പാരറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഒന്നിൽ ഒരു പാരറ്റിൻ്റെ അടുത്ത് എന്താണ്? ഒരു എഗ് ഉണ്ട്. ഒരു പാരറ്റിൻ്റെ അടുത്ത് എന്താണ്? 3 എഗ് വരുന്നുണ്ട് അല്ലേ? 3 eggs ഉണ്ട്. താഴെ കൊടുത്തിട്ടുള്ളത് എന്താണ്? പോളി ഹാസ് 3 eggs. പോളിയുടെ അടുത്ത് എന്താണ്? 3 eggs ഉണ്ട്. ഈ ഒരു പാരറ്റിൻ്റെ പേരാണ് പോളി. പോളിയുടെ അടുത്ത് 3 മുട്ടയുണ്ട്. അപ്പം ഏതാണ് അതിൽ? ഏത് പാരറ്റാണ് 3 മുട്ടയായിട്ടിരിക്കുന്നത്? റൈറ്റ് സൈഡിലുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലുള്ളത് ടിക്ക് ചെയ്യണം. ഇനി താഴെ നോക്കൂ. 2 ബസ്സിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? എന്നിട്ട് എന്താ താഴെ എഴുതിയിട്ടുള്ളത്? ദ ഹോൺ ഫെൽ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോണ് താഴെ വീണു. അപ്പോൾ ഈ ഒരു പിക്ചറിൽ ഏതിലാണ് ഹോണ് താഴെ വീണിട്ടുള്ളത്? ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? ഹോണ് താഴെ വീണിട്ടുണ്ട് അല്ലേ? രണ്ടാമത്തെ പിക്ചറിലോ? ഹോണല്ല, ടയറാണ് താഴെ വീണിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഏതിനാണ് ടിക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് വണ്ണിനല്ലേ? ഇനി അടുത്ത 2 പിക്ചർ ഏതൊക്കെയാണ്? അത് 2 പാരറ്റ് തന്നെയാണ് അല്ലേ? എന്താണ് എന്നിട്ട് കൊടുത്തിട്ടുള്ളത് താഴെ? റിൽ ഹാസ് എ റെഡ് റിങ്. എന്താണ്? റില്ലിന് ഒരു റെഡ് റിങ് ഉണ്ട് അല്ലേ? ഈ ഒരു പാരറ്റിൻ്റെ പേര് റിൽ എന്നാണ്. അപ്പോൾ റില്ലിന് ഒരു റെഡ് റിങ് ഉണ്ട്. അപ്പോൾ ഏത് പിക്ചറിലാണ് റില്ലിന് റെഡ് റിങ് ഉള്ളത്? നോക്കൂ, ഫസ്റ്റ് പിക്ചറിൽ ഉണ്ടോ? ഉണ്ടല്ലേ? കഴുത്തിലൊരു റെഡ് റിങ് കാണുന്നുണ്ട്. സെക്കൻഡ് പിക്ചറിലുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് പിക്ചറിൽ നേരെ ടിക്ക് ഇട്ട് കൊടുക്കുക. ഇനി 5th വൺ നോക്കൂ. 2 കാറിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. താഴെ എന്താണ് എഴുതിയിട്ടുള്ളത്? ദ കാർ ഹാസ് 2 ലൈറ്റ്സ്. കാറിന് 2 ലൈറ്റ് ഉണ്ട്. ഇനി നോക്കൂ, 2 കാറിലും ഏതിനാണ് 2 ലൈറ്റ് ഉള്ളതെന്ന്? ഫസ്റ്റത്തെ പിക്ചർ നോക്കൂ. അതിൽ കാറിന് ഫ്രണ്ടിൽ കണ്ടോ ഒരു ലൈറ്റ് ഉണ്ട്. ഒരു ലൈറ്റ് പൊട്ടിപ്പോയിട്ടുണ്ട് അല്ലേ? പിന്നെ രണ്ടാമത്തെ പിക്ചറിലോ? കാറിൻ്റെ മുന്നിൽ ഫ്രണ്ടിൽ എന്താണ്? 2 ലൈറ്റും ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഏതിന് നേരെ ടിക്ക് ഇട്ട് കൊടുക്കണം? രണ്ടാമത്തെ പിക്ചറിൽ 2 ലൈറ്റുള്ള കാറിൻ്റെ മുകളിലുള്ള ബോക്സിൽ ടിക്ക് ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? ഈ ആക്ടിവിറ്റി മക്കൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ആക്ടിവിറ്റി 3 ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെക്കുറിച്ച്, ഒരു കാര്യത്തിനെ കുറിച്ച് വിവരിക്കുക അല്ലേ? ഡിസ്ക്രൈബ് ചെയ്യുക. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് കറക്റ്റ്ലി. എന്താണ്? വാക്യം കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്തിൻ്റെ പിക്ചറാണ് മക്കളേത്? ഓട്ടോറിക്ഷയാണ് അല്ലേ? ദിസ് ഈസ് ആൻ ഓട്ടോറിക്ഷ. ഇതെന്താണ്? ഓട്ടോറിക്ഷയാണ്. ദ ഓട്ടോറിക്ഷ ഹാസ് സീറ്റ്സ്. എന്താ പറയുന്നത്? ഓട്ടോറിക്ഷക്ക് സീറ്റ് ഉണ്ട് അല്ലേ? ഇരിക്കുന്ന സീറ്റ് ഉണ്ട്. എത്ര സീറ്റ് ഉണ്ട്? മുന്നിലും ഒരു ഫ്രണ്ടിലും ഒരു സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിലും ഒരു സീറ്റ് ഉണ്ട് അല്ലേ? ഇനി ദ ഓട്ടോറിക്ഷ ഹാസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പൂരിപ്പിക്കാനോ നമുക്ക് ഫില്ല് ചെയ്യണം ബാക്കി അല്ലേ? ഓട്ടോറിക്ഷയ്ക്ക് ഇനി എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് എഴുതാം. മക്കൾ പറയൂ, ഇതിലെന്താണ് ഓട്ടോറിക്ഷയ്ക്ക് ഇനി നമുക്ക് എഴുതാൻ പറ്റിയത്? ദ ഓട്ടോറിക്ഷ ഹാസ് 3 ടയേഴ്സ് അല്ലേ? 3 ടയർ ഉണ്ട്. പിന്നെ എന്ത് കൊടുക്കാം? ലൈറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് പറയാം? ദ ഓട്ടോറിക്ഷ ഹാസ് ലൈറ്റ്സ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നോക്കട്ടോ. മിറർ കൊടുക്കാം. പിന്നെയോ
വേറെന്ത് കൊടുക്കാം? പിന്നെ അതിൻ്റെ ഗ്ലാസ് കൊടുക്കാം അല്ലേ? ഹോണ് കൊടുക്കാം, ഒക്കെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതി ചേർക്കാം. ആക്ടിവിറ്റി 4 കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഒരു ആന ഉണ്ടല്ലേ, ഒരു എലിഫൻ്റ് ഉണ്ട്. എലിഫൻ്റ് ആരോടാ സംസാരിക്കുന്നത്? ഒരു പാരറ്റ് അല്ലേ, തെങ്ങിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു പൊത്തിലിരിക്കുന്ന പാരറ്റിനോട് സംസാരിക്കുന്നുണ്ട്. ആനയുടെ പുറത്ത് ആരെയുള്ളത്? ഒരു റാബിറ്റ് ഉണ്ട് അല്ലേ, എലിഫൻറ്റിൻ്റെ പുറത്ത് റാബിറ്റ് ഉണ്ട്, ഒരു ഡക്ക് കാണുന്നുണ്ട് അല്ലേ. എന്നിട്ടോ എന്താണ് എലിഫൻറ്റിൻ്റെ തുമ്പിക്കൈയിൽ എന്താണുള്ളത്? ഒരു ആപ്പിൾ അല്ലേ, ആപ്പിൾ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും നമ്മുടെ പാരറ്റിന്. എന്നിട്ട് എന്താ ചോദിക്കുന്നത്? അവർ പോളി, ഡിയർ പോളി, ഈറ്റ് ദിസ് ഡാഷ്. എന്താ പറയുന്നത്? നമ്മുടെ പോളി, പ്രിയപ്പെട്ട പോളി എന്ന് പറഞ്ഞാൽ എന്താ, ഇത് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഉയർത്തി കാണിക്കുന്നത്? ആപ്പിൾ ആണല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഫില്ല് ചെയ്യേണ്ടത്? ഈറ്റ് ദിസ്, ഈറ്റ് ദിസ് ആപ്പിൾ. എന്തെഴുതണം? ആപ്പിൾ. എന്താണ്? ഈ ആപ്പിൾ കഴിക്കുമെന്ന്. അപ്പോൾ എന്താണ് പോളി തിരിച്ചു പറയുന്നത്? താങ്ക് യു ഡിയർ. ആപ്പിൾ കൊടുത്തപ്പോൾ പോളി നന്ദി പറയാം അല്ലേ, താങ്ക് യു ഡിയർ. ആക്ടിവിറ്റി 5 ആഡ് എ ലൈൻ ടു ദ റൈം. ഒരു റൈം തന്നിട്ടുണ്ടല്ലേ, അതിൽ ഒരു ലൈന് എഴുതി ചേർക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ് പിക്ചറിൽ കാണുന്നത്? ഒരുപാട് പാരറ്റ്സിനെയാണ് അല്ലേ കാണുന്നത്. പാരറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തത്ത അല്ലേ. ഒരുപാട് തത്തയെ കാണുന്നുണ്ട്. ഫസ്റ്റ് എന്താണ്? 3 തത്ത എന്താണ് ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്നുണ്ടല്ലേ. നമുക്ക് റൈം ഒന്ന് പാടി നോക്കാം. 3 ലിറ്റിൽ പാരറ്റ്സ്. എന്താണ്? 3 തത്തകൾ. ദിൽ, ജിൽ ആൻഡ് റിൽ. എന്താണ് അവരുടെ പേര്? ദിൽ, ജിൽ ആൻഡ് റിൽ. സിറ്റിംഗ് ഓൺ എ ട്രീ. മരത്തിന്മേൽ ഇരിക്കുന്നുണ്ട്. സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നുണ്ട്. സിറ്റിംഗ് ഓൺ എ ട്രീ. ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? മരം. മരത്തിന്മേൽ ഇരിക്കുന്നുണ്ട്. സിംഗിങ് ഹാപ്പി സോങ്സ്. സിംഗിങ് എന്ന് പറഞ്ഞാൽ പാടുന്നു. ഹാപ്പി സോങ്സ്, സന്തോഷമുള്ള സോങ്സ്, പാട്ടുകൾ അല്ലേ. അപ്പം എന്താ? 3 ലിറ്റിൽ പാരറ്റ്സ്, ദിൽ, ചിൽ ആൻഡ് റിൽ, സിറ്റിംഗ് ഓൺ എ ട്രീ, സിംഗിങ് ഹാപ്പി സോങ്സ്. അപ്പം 3 തത്തകൾ, അവരുടെ പേര് ദിൽ, ചിൽ ആൻഡ് റിൽ. അവരെന്താണ്? ഒരു മരത്തിലിരിക്കുകയാണ്. അവർ സന്തോഷമുള്ള പാട്ട് പാടുന്നു. ഇനി അടുത്ത വരി നോക്കൂ. 3 ലിറ്റിൽ പാരറ്റ്സ്, ദിൽ, ജിൽ ആൻഡ് റിൽ. 3 പാരറ്റ്സ്, അവരുടെ പേര് ദിൽ, ജിൽ ആൻഡ് റിൽ. ഇനി നമുക്ക് ഫില്ല് ചെയ്യാനാണ് അവിടെ ഉള്ളത്. കണ്ടോ, ഒരു ലൈന് പൂരിപ്പിച്ചു കൊടുക്കാനായിട്ട് തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു പിക്ചറിൽ അവരെന്താ ചെയ്യുന്നത്? പാരറ്റ്സ് ട്രീയിൽ മരത്തിന്മേൽ ഇരിക്കുകയാണോ? അല്ല അല്ലേ. അവരിങ്ങനെ പാറിക്കളിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ എന്താ എഴുതേണ്ടത്? ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. അവര് ആകാശത്ത് പറക്കുകയാണ് അല്ലേ. അപ്പോൾ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ആൻഡ് സിംഗിങ് ഹാപ്പി സോങ്സ്. സന്തോഷമുള്ള പാട്ടുകൾ പാടിക്കൊണ്ട്. എന്താണ്? സിംഗിങ് ഹാപ്പി സോങ്സ്. അപ്പോൾ നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ പറക്കുകയാണ്. ഇൻ ദ സ്കൈ, ആകാശത്ത് പറക്കുകയാണ്. അപ്പം അതുപോലെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കേട്ടോ മക്കളെ നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചോളുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഇംഗ്ലീഷാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാത്സ് കൂടെ ചെയ്യണം കേട്ടോ. മക്കൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന 1ാം ക്ലാസ്സിലത്തെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ മക്കളും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാ മക്കൾക്കും എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.